അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് പറയാൻ വന്നത് കണ്ണൂർ ബീറ്റ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. തലശ്ശേരിയാണ് സ്വദേശം. എന്തായാലും അവരെ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്ലെ, അക്യുപഞ്ചർ പഠിതാവായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ BP-ക്കുള്ള ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് ഒഴിവാക്കുകയും കൃത്യമായി മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയും, അക്യുപഞ്ചർ ചികിത്സയും അക്യുപഞ്ചർ ജീവിത രീതിയും കൂടി വളരെ സുഗമമായി മരുന്ന് നിർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരുടെ സ്വന്തം അനുഭവം കണ്ടതിന് ശേഷം അവരുടെ ബന്ധുക്കളും സഹോദരികളും ഒരുപാട് ആൾക്കാർ മരുന്നില്ലാതെ അല്ലെ, ബിപിനെ പറ്റി പറയുന്നത് തന്നെ എന്താ, ജീവൻ രക്ഷാ മെഡിസിൻ അല്ലെ, ഇങ്ങനെ ജീവൻ രക്ഷാ മെഡിസിൻ ആവശ്യമില്ലാതെ കൃത്യമായി അക്യുപഞ്ചർ ജീവിതശൈലിയിലൂടെയും അതേപോലെ തന്നെ ചികിത്സയിലൂടെയും സുഗമമായി ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു ജീവസാക്ഷിയാണ് അവർ. ഇതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അക്യുപഞ്ചർ പഠനം നമുക്ക് തരുന്നത് വലിയ ഒരു മാറ്റമാണ്. നമ്മളെ ഹൃദയങ്ങൾക്ക് വലിയ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. ഈ ചേഞ്ച് തന്നെയാണ് രോഗഭയമില്ലാത്ത ഒരു അവസ്ഥയെ സൃഷ്ടിക്കുന്നതെയും ഏത് തരം രോഗമായിക്കോട്ടെ. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞ് മരണം വരെ മരുന്ന് കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെ, എത്ര കാലം മരുന്ന് കഴിക്കണം, എപ്പോഴാണ് ഈ മരുന്നൊന്ന് നിർത്തി ഒന്ന് നമുക്ക് ഒരു ആരോഗ്യവതിയായി ജീവിക്കാൻ കഴിയുക എന്ന് ഒട്ടനവധി ആൾക്കാർ ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. അക്യുപഞ്ചർ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താന്ന് വെച്ചാൽ, ഞാനിവിടെ പഠിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ മരുന്ന് നിർത്തിയാലേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3 വർഷത്തോളായിട്ട് ഞാൻ പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ മരുന്ന് നിർത്തിയതിന് ശേഷം ചികിത്സ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ ഞാൻ പ്രഷറിൻ്റെ ഗുളിക നിർത്തി. അപ്പോൾ മരുന്ന് നിർത്തിയാൽ പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുള്ളത് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഓരോ ക്ലാസ്സുകളിലും ആ പേടി മാറ്റുന്ന തരത്തിലുള്ള ധൈര്യം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറയാണ്ടാണ് മരുന്ന് നിർത്തിയത്. മരുന്ന് നിർത്തി അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് നീങ്ങി അതെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കൊരു നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കാരണം 1 വർഷത്തോളമായി ഞാൻ മരുന്ന് നിർത്തിയിട്ടാണ് ഉള്ളത്. മരുന്ന് നിർത്തിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് എല്ലാവരോടും ഉറച്ച് പറയാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയത് എൻ്റെ ആ ഒരു തീരുമാനത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ മരുന്ന് നിർത്തി എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവർക്കും ഒരു കോൺഫിഡൻസ് ആയി. അവരെല്ലാവരും സ്വയം തന്നെ ഞാൻ പറയാണ്ട് അവരവരുടെ മരുന്നുകൾ നിർത്താനുള്ള ആ ഒരു ധൈര്യം കാണിക്കുകയും, കാരണം പ്രഷറിൻ്റെ ഗുളിക ഇവൾ നിർത്തിയിട്ട് ഇവൾക്ക് 1 വർഷമായിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നിന്ന് അവരെല്ലാവരും സ്വമേധയാ മരുന്ന് നിർത്തിയിട്ട്, അനിയത്തി 16 വർഷത്തോളമായിട്ട് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അവൾ മരുന്ന് നിർത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് തരുമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന്, അതേപോലെ മറ്റുള്ളവരെല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നവരും പ്രഷറിൻ്റെ വരും എല്ലാം ഞങ്ങളെല്ലാം മരുന്ന് നിർത്താൻ ട്രീറ്റ്മെൻറ്റ് തരുമെന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ പോലും വിചാരിക്കാത്ത തരത്തിൽ അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. വേദനകളെല്ലാം മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം അൽഹംദുലില്ലാ ഒരു സന്തോഷം ഉള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പറയാൻ തന്നെ നല്ലൊരു അഭിമാനമുണ്ട്.